ഒരു കണ്ടന്റ് മിസ്സായിച്ചേ. ഇങ്ങോട്ട് വരണ സമയത്തേ മരണാണോ കല്യാണോ ഞാൻ വീഡിയോ കണ്ടപ്പോ അവര് തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചു. നിറച്ച ആൾക്കാരായിട്ട് മടിയാണ്ട് ഞാൻ പോയില്ല. കൂട്ടുകാരാ എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ. ഇന്നലെ ഈ പമ്പിലെ കിടന്ന ഇറങ്ങാൻ പോണ്. സമയം ഏകദേശം 8:45 അപ്പൊ ഇറങ്ങാൻ പോണ് ഞാൻ. ഇന്നത്തെ സ്റ്റാർട്ടിങ് കിലോമീറ്റർ എന്ന് പറയുന്നത് 65334. നല്ല നമ്പറല്ലേ 334. അതാണ് ഇന്നത്തെ സ്റ്റാർട്ടിങ് കിലോമീറ്റർ. ഇന്നലെ ഏകദേശം ഒരു 211 കിലോമീറ്റർ ഓടിയുണ്ട്. ഇനി വിജയപുരിക്കുള്ള കിലോമീറ്റർ എന്ന് പറയുന്നത് 355 കിലോമീറ്റർ കൂടി ഉണ്ട് വിജയപുരിക്ക്. എന്തായാലും ഇന്ന് കുറച്ച് ഓടി പോവാണ് ഞാൻ. അപ്പൊ അങ്ങനെ ഇറങ്ങാനുള്ള പരിപാടി നോക്കട്ടെ ഞാൻ. അങ്ങനെ പമ്പിന്ന് ഇറങ്ങാണ്. ഇതാ പോണ അണ്ണന്റെ അടുത്ത് താങ്ക്സ് ഒക്കെ പറഞ്ഞോട്ടാ. ആള് നമുക്ക് ചായ ഒക്കെ തന്നായിരുന്നു. അപ്പൊ നമ്മുടെ സന്തോഷം അവിടെ താങ്ക്സ് ഒക്കെ പറഞ്ഞു. നാളെ ഇപ്പൊ വേറെ ആര് വന്നാലും അപ്പൊ അവർക്ക് സ്റ്റേ കൊടുക്കാൻ തോന്നുമല്ലോ. അപ്പൊ അതുകൊണ്ട് അവരോട് താങ്ക്സ് ഒക്കെ പറഞ്ഞു. എന്തായാലും ഇറങ്ങാണ്. അങ്ങനെ എന്റെ യാത്ര പിന്നെയും തുടങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചുള്ള കാലത്ത് തന്നെ 37 കിലോമീറ്റർ ഇനി സ്റ്റേറ്റ് ഹൈവേ തന്നെയാന്ന് നോക്കണേ. വേറെ ഒന്നും കാണിക്കില്ല. അത് കഴിയുമ്പോൾ ലെഫ്റ്റിക്ക് ഒരു പേനയും കാണിക്കണേ. 37 കിലോമീറ്റർ ഹൈവേ തന്നെ ആയിരിക്കും. പോണ വഴിക്ക് കണ്ടൊരു കാഴ്ചടാ. എന്റെ മോനെ എന്തോരം സബോള എടുത്ത് വെച്ചാണെന്നൊക്കെ. പിന്നെ അവിടെ വേണ്ട സബോള തോട്ടം കേട്ടാ. സബോളയിൽ നിറച്ചാണ് ചാക്കിലൊക്കെ. കേരളത്തിലേക്ക് വരാനായിരിക്കും. കണ്ടോ അവിടെ ആൾക്കാരുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകാനുള്ള ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. അതാണ്ട് ഞാൻ വഴിയിൽ നിന്ന് എടുത്തതാ. അത് കണ്ടപ്പോ ഒരു കൗതുകം അതുകൊണ്ട് എടുത്തതാ. റോഡ് സൈഡിൽ ചെറിയൊരു കട കണ്ടു. ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റി. ഇവിടുന്ന് കഴിക്കാം. റൈസ് ആണോ ബൈക്കോടൊക്കെ. ഇഡ്ഡലി ഉണ്ട്, ടൊമാറ്റോ റൈസ് ഉണ്ട്. ഇഡ്ഡലി പടക്കാന്ന് വെച്ചു. അവിടെ ഇഡ്ഡലി എടുത്തോണ്ടിരിക്കുക. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? നല്ല ഫുഡ്. 3 ഇഡ്ഡലി, 2 ബജി, ഒരു ചായ, 50 രൂപ. നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. സ്ഥലത്തിന്റെ ലൊക്കേഷൻ നമുക്ക് അറിയാൻ പാടില്ല. ലൊക്കേഷൻ അറിയുമ്പോൾ പറഞ്ഞേനെ. ചെറിയൊരു കട. അങ്ങനെ ഞാൻ പിന്നെ വണ്ടി ഇറങ്ങി. അപ്പുറത്തൊക്കെ എന്തോ കൃഷി കാണാൻ പറ്റുള്ള ഫുള്ളായിട്ട്. ഇവിടെ കൃഷിക്ക് വേണ്ടി ഉഴുതിട്ടൊക്കെയാണ്. വരുമ്പൊക്കെ മഴയ്ക്ക് ചെറിയ കാര്യം തോന്നുന്നുണ്ട്. ക്ലൈമറ്റ് പെട്ടെന്ന് മാറി. കേരളത്തിൽ മഴയാന്നാ അമ്മ വിളിച്ചു പറഞ്ഞത്. ഞാൻ പോണ സമയത്തേ ഒരു ധാബ ഉണ്ട്. അപ്പൊ നിങ്ങളിവിടെ കാണിക്കാൻ നീ. അപ്പൊ ഏതാ കാണുന്ന ടാങ്ക് കണ്ടാ? അതാടാ കുളിസ്ഥലം. ഇനി മുന്നോട്ട് അങ്ങനത്തെ ടാങ്കുകൾ ഉണ്ടാവുള്ളൂ. ഇതാണ് ധാബ. ഇനി പമ്പുകൾ കുറവായിരിക്കും. ഇങ്ങനത്തെ ധാബകളായിരിക്കും കൂടുതൽ. അതായത് കയറി കിടക്കാനൊക്കെ സേഫ് ഇങ്ങനത്തെ ധാബകളായിരിക്കും. അല്ലെങ്കിൽ കള്ളന്മാരൊക്കെ നമ്മുടെ പലതും അലക്കിയിട്ട് പോകും. ഇവിടുത്തെ സിമിത്തേരി ഉണ്ടോ? അതെ, ഇതാണ് ഇവിടുത്തെ സിമിത്തേരി. ആൾക്കാർ മരിച്ചു മടക്കണ സ്ഥലല്ലേ ശ്മശാനം. അങ്ങനത്തെ സംഭവം ഇതിൽ കാണണേ. അത് കണ്ടപ്പോ വെറുതെ നിർത്തിയതാ. നിങ്ങളോട് കണ്ടോട്ടോ വെച്ച്. കാണാത്തവരെ കണ്ടോട്ടോ വെച്ച്. ഇവിടെ ഇങ്ങനെ പല പറമ്പിലും പലരും കുഴിച്ചിട്ടുണ്ടാവും. നമുക്കറിയാൻ പാടില്ല. ഇവിടെ എല്ലാ ഒട്ടുമിക്ക പറമ്പുകളിലെ കുഴിച്ചിടും. ഇവിടെ പറമ്പിലെ കുഴിച്ചിടാ. നമ്മുടെ നാട്ടിലെ പോലത്തെ സെറ്റപ്പ് ഒന്നും ഇല്ല ഇവിടെ. കണ്ടാ ആൾക്കാരെ കുഴിച്ചിട്ടാ കാണണേ. അങ്ങനെ ടോൾ കിട്ടി. ടോളിന്റെ പേരൊന്നും അറിയാൻ പാടില്ല. പേരൊന്നും കാണാനില്ല. ഇവിടെ ഇംഗ്ലീഷില് എഴുത്ത് കുറവാ. ചിത്രദുർഗ ടോൾ വേ. അവിടെ എഴുതുന്നുണ്ട് ചിത്രദുർഗ ടോൾ. ഹായ്, അതോളം വിഷയപ്പെടാ. ഏതോട് അമ്മേ കമ്പ്. അയ്യോ, ചിത്രദുർഗ ടോളാന്ന് തോന്നുന്നു. അവിടെ അങ്ങനെ എഴുതിക്കണേ. നമ്മുടെ നാട് പോലെ അല്ലട്ടാ. ഇവിടെ വൃത്തിയൊക്കെ കുറവാ. പരിസരമൊക്കെ വേണ്ട. നിറച്ച് ചപ്പും ചോറാ. ചെറിയ ചെറിയ പെട്ടിക്കടകളാ അവിടെ. ഇങ്ങനത്തെ കടകളാണ് അവിടെ കൂടുതൽ. ഇത് കണ്ട ചെറിയ ചെറിയ ടോളിന്റെ കടകളായി കാണുന്നത്. ചിലത് തുറന്നുള്ള. ഞാനൊരു മെയിൻ സ്ഥലത്തിന്റെ ലൊക്കേഷൻ ആയിട്ടാണ് പോണേ. നമുക്ക് എങ്ങനെയും പഞ്ചാബ് എത്തണം. അതാണ് ലക്ഷ്യന്റെ. അപ്പൊ അതുകൊണ്ട് ഈ ഇടയിലുള്ള സ്ഥലങ്ങളൊന്നും എനിക്ക് വെളിപ്പെടുത്തില്ല. ഈ ഗൂഗിൾ മാപ്പ് ആയതുകൊണ്ട് ഒരു ചെറിയ ലോക്കൽ വഴിക്ക് കയറ്റി വിടും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ പേരാണ് ഈ പറയാനും ഒട്ടുക്കട്ട പാടസ്ഥ. അപ്പൊ അത് കാരണം കൊണ്ട് പേരുകൾ ഞാൻ പറയാത്തടാ. അത്യാവശ്യം വലിയ ഇങ്ങനെ പേരുകൾ കാണുമ്പോൾ മാത്രമേ ഞാൻ പറയേണ്ടതാണ്. ഇത് അപ്പുറത്തെ കൃഷിയാടാ. കാണാൻ പറ്റണ്ട. അതൊക്കെ കൃഷി പറമ്പാണ്. എന്തോ അവിടെ കവുങ്ങാണ്ട് കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. കവുങ്ങാണ്ട് കൃഷി ചെയ്തിട്ടുണ്ട്. ക്ലൈമറ്റ് മാറിട്ടാ. മഴയ്ക്കുള്ള ക്ലൈമറ്റാ. അമ്പോ മഴ പെയ്ത് കഴിഞ്ഞാൽ ഞാൻ പെട്ടു. രക്ഷയില്ലാണ്ടാവും. യാത്ര അടിപൊളിയാ. എനിക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങിട്ടോ. ഞാൻ ഇതിനോട് ആസ്വദിച്ചു തുടങ്ങി. ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ എനിക്കൊരു മടിയായി പോയി. കാരണം
കാഴ്ചകളൊന്നും വലിയ ഭംഗിയുള്ള കാഴ്ചകളൊന്നും കിട്ടാണ്ടായി ഒരു മടി വന്നു. പക്ഷെ അത് കഴിഞ്ഞത് ഇപ്പൊ നല്ല രസമുണ്ട്. ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുമ്പോ നല്ല അടിപൊളി വൈബാണ്. അപ്പൊ എളുപ്പല്ല. ഓ ആർച്ചന്റെ സൗണ്ട് ആണോ? കല്യാണം ഉണ്ട്. കല്യാണം എന്തോ പരിപാടി നടക്കുന്നുണ്ട്. കല്യാണം 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 കല്യാണ പെണ്ണ നിൽക്കണേട്ടാ. അയ്യോ ഞാൻ നിർത്തി. ആ പച്ച കൊടുത്ത് എന്താ തോന്നുന്നുണ്ട് കല്യാണ പെണ്ണ്. കണ്ടട്ടാ തോന്നണേ കല്യാണം. ഇവിടുത്തെ കല്യാണം ഉണ്ടായി കാണണേ. ഇവിടുത്തെ കല്യാണ വണ്ടിയാണ് ഇതേ കിടക്കണേട്ടാ. കല്യാണ പെണ്ണ തോന്നുന്നു പച്ച എടുത്തിട്ട് വെറുതെ ഒരു വീഡിയോ എടുത്തു എടുക്കട്ടെ. ഇവിടുത്തെ കാഴ്ച, ഇവിടുത്തെ കല്യാണ സ്റ്റേജ് കാണട്ടെ. ഇതൊക്കെ ഈ കാഴ്ച നോക്കെ എന്നിട്ട് ഭംഗി നോക്കി. ഞാനേ ഹൈവേ കട പോയപ്പോ കണ്ടതാ. അപ്പൊ ഞാൻ ബൈക്ക് തിരിച്ചു നിങ്ങളെ കൂടി കാണിക്കാൻ വെച്ചു. നാളെ ഒരു ദിവസം ഇരിക്കും കാണണം തോന്നി അതൊക്കെ കാണാലാ. എന്റെ തന്നെ കാലിലിരിക്കാണല്ലോ. എങ്ങനെ ഞാറാച്ചു. അയ്യോ എന്തിന്റെ രസം നോക്കി. പൊള്ളി സീനറി. എന്തോ കൃഷിക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടാ മുളച്ചു തുടങ്ങുള്ളൂ സാധനം. നല്ല ഭംഗിയില് കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടാ ഇത്. ക്യാമറ ഈ ഫോണിൽ കൂടെ കാണുന്നേക്കാളും ഭംഗിയാണ് നേരിട്ട് കാണാൻ. അറ്റം വരെ ഫുള്ള് പച്ചപ്പായിട്ടേ. അടുത്ത് പച്ചപ്പ് തോന്നില്ല. നല്ല രസമായിട്ട് കാണാൻ. അയ്യോ എളുപ്പല്ല. ഇനി എന്തൊക്കെ കാണാൻ കിടക്കണല്ലേ. ഞാനിപ്പോ ഉള്ളതേ ചിത്രദുർഗ റൂട്ടാട്ടാ. പൂനെ സ്ട്രൈറ്റ് കാണിക്കണേ. പൂനെ ഹോസ്പിറ്റൽ, പൂനെ സ്ട്രൈറ്റ്, ചിത്രദുർഗ ലെഫ്റ്റ്. നമുക്കൊരു 14 കിലോമീറ്റർ ചെന്നിട്ടാ ലെഫ്റ്റിക്ക് തിരിയണ്ടേ. ഇതൊക്കെ പൂക്കള് മറ്റേ ജമന്തി പൂല് അതിന്റെ തോട്ടാ കാണാട്ടാ. അപ്പുറത്തൊന്നാണ്ട് ചോപ്പ് കളറിന്റെ സാധനം അറ്റത്ത് കാണുന്നുണ്ട്. എന്നിട്ട് അറിയില്ല. നമ്മളീ ഹൈവേടെ മുകളിലായി പോയി. ഫ്ലൈ ഓവറിന്റെ മുകളിലാ. അല്ലെങ്കിൽ താഴ്ത്താണെങ്കിൽ ഇറങ്ങി കഴിഞ്ഞാൽ നിർത്തരാ. നല്ല രസം കാണാൻ. എന്റെ അമ്മോ അടിപൊളി സീനറി. മഴ വണ്ടിച്ചാ എങ്ങനെ എവിടെ കയറുന്നൊക്കെ നോക്കണം. വണ്ടി എവിടെ ചെന്നാലുണ്ടാവും അണ്ണന്മാര്. ഇവിടെ ഏത് പണി ചെന്നാലും ഒരു അണ്ണം വണ്ടി ഇല്ലാണ്ടിരിക്കില്ല. അതാ അതായിരുന്നു. കേറണോ കേറണോ കേറണോ. കേറിയില്ല. മുന്നോട്ട് തന്നെ പോയി. എന്തായാലും വരണ്ടോട് വെച്ച് മഴ പെയ്യാനും നമുക്ക് അപ്പൊ നോക്കാലോ. അയ്യോ ഇതിപ്പോ ഇതാ അപ്പൊ കഴിഞ്ഞ് വന്നപ്പോ കണ്ടാടാ. എന്ത് രസം നോക്കിയേ. അവിടെ 3 ചേച്ചിമാരുന്ന് പണിയെടുക്കുന്നുണ്ട്. അതൊരു സബോളത്തോട്ടമുണ്ട് ഈ സൈഡിൽ കാണുന്നത് ചെറുത്. ഈ കുഞ്ഞിതില്ലേ കുഞ്ഞിക്കാ സബോളത്തോട്ടമുണ്ട്. അതിന്റെ അപ്പുറത്ത് 3 ചേച്ചിമാരുന്ന് പണിയെടുക്കുന്നുണ്ട്. അവിടെ ചെറിയൊരു ജമന്തിപ്പാടം. എന്റെ മോനെ ജാതി അവിടെ കാറ്റാടി നിന്ന് ഇറങ്ങണമെങ്കിൽ ഒമ്പോ പൊള്ളി കാഴ്ച. ചെറിയൊരു മഴക്കാരും ഉണ്ട്. ചെറുതായിട്ട് മഴ പൊട്ടിയുണ്ട് കേട്ടോ. ജാതി വിഷല് ഒരു രക്ഷയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനേ കുറച്ചുകൂടി പോവാ വെച്ചു. മഴ ചാറുണ്ട്. പെട്ടൂലോ. തിരിക്കേണ്ട വരും. അയ്യോ പെട്ടു മഴ മഴ. എനിക്ക് എങ്കിലും കയറണം. പെട്ടു അതിന് താമസിക്കട്ടെ. ഭാഗ്യായി. ഫ്രണ്ടിക്ക് പോയില്ല. അപ്പോഴേക്കും മഴ വന്നു. നേരെ ബാക്കിക്ക് വന്നു. ഈ ദാബേല് കയറി. അടിപൊളി ദാബ. ഈ ദാബേല് കയറി ബൈക്കിൽ ഉടച്ചു. എന്റെ മോനെ നേരെ പോയി ഇറങ്ങി പെട്ടുപോയനെ. നേരെ ഞാൻ തിരിച്ചു വന്നിട്ട് തിരിച്ചിങ്ങലേക്ക് വന്നു. മഴ മാറി. ഞാൻ പിന്നെ വണ്ടി എടുത്ത് ഇറങ്ങി. അയ്യോ നല്ല മഴയാ റസ്റ്റാ. ഇതൊക്കെയാട്ടാ ഞാൻ പോണ വഴിക്കുള്ള കാഴ്ചകള്. ഇവിടെ അധികം കാണാനില്ല. കുറച്ച് ചിലപ്പോ മഹാരാഷ്ട്ര കയറുമ്പോ ചിലപ്പോ നല്ല നല്ല കാഴ്ചകൾ ഉണ്ടാവുമായിരിക്കും. സീനറി. മലയുടെ മുകളിൽ കാറ്റാടി അന്തരം പിടിച്ചാണ്. അങ്ങനെ കയറാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു വറുതു കൂട്ടത്തിട്ട് വലിയ മഴയാ. അത്യാവശ്യം വലിപ്പുണ്ടാവല്ല. ഇരിക്കണവരുണ്ടല്ലോ വണ്ടിക്ക് ഗ്രീസ് അടിക്കാതിരിക്കുന്നതാ. ഗവൺമെന്റ് ഗ്രീസ് വേണ്ട. ഇതൊക്കെ വേണമെങ്കിൽ അപ്പോൾ ഇടിയാം. ൊരു പേടിയില്ല. കാളവണ്ടി ഓടിക്കുന്ന ഒരു പെണ്ണാണ്. റോഡിൽ നിർത്തി ചോളാന്നാണോ എന്തോ മേടിക്കുന്നുണ്ട്. ചീരയാ എന്തോ പച്ചക്കറി പോലത്തെ ഒരു സാധനം മേടിക്കുന്നുണ്ട്. ആ കാളവണ്ടി ഓടിക്കുന്ന ഒരു പെണ്ണായിരുന്നു. സമ്മതിക്കണല്ലോ അവളെ. പുല്ല് തന്നെ അവള്. സബോള പക്ഷെ ആ ഷീറ്റിന്റെ അടിയിൽ വെക്കണോ സബോള ചക്കണായിരിക്കണേ. ഈ താഴ്ച കാണാൻ കരിഞ്ഞ സാധനല്ലേ അത്. ചോളാട്ടാ ചോളം. മുംബൈക്ക് ഇവിടുന്ന് 790 കിലോമീറ്റർ. അങ്ങടേക്ക് നമ്മള് പോളപ്പ. ആദ്യം നമുക്ക് പഞ്ചാബ് എത്തണ്ട. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു കൈ നോക്കാം വേണമെങ്കിൽ. അല്ല പിന്നെ ഞാനൊരു റിംഗ് റോഡിൽ കയറിട്ടാ. ഇത് മറ്റേ ചിത്രശലഭം പോലെയാ. ചിത്രശലഭത്തിന്റെ ചിറക് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴി തിരിഞ്ഞു മറിഞ്ഞ് കിടക്കാം. അതായത് ലെഫ്റ്റിക്ക് കാണിച്ചു. ലെഫ്റ്റിക്ക് എടുത്തിട്ടുണ്ട് ഇപ്പൊ. ഇങ്ങനത്തെ റോഡിലേക്ക് വന്നേ പെട്ടുപോകും. പെടുത്തി കളയും ഗൂഗിൾ മാപ്പ്. വലിയ വണ്ടിയാണ് കൂടുതലും പെടുത്താം.
ഇങ്ങനത്തെ റിങ്ങിലൊക്കെ വന്ന് പെട്ട് കഴിഞ്ഞാൽ തൃശ്ശൂർ റൗണ്ടിൽ കിടന്ന് കറങ്ങണ പോലെ ഇരിക്കും. ഇവിടുത്തെ ട്രാക്ടർ പോകണണ്ട പാട്ടൊക്കെ വെച്ചിട്ട് ഏത് മൂടില്ല വണ്ടികൾ ഒതുക്കിട്ടാ വേണ്ട. അപ്പുറത്ത് ആർട്ടിയുണ്ട്. ഇത് കണ്ടപ്പോ ടിപ്പർ ഓർമ്മ എന്തോ ഒതുക്കിട്ടാ ഇങ്ങനെ എത്ര വണ്ടി ഒതുക്കിട്ടാണ്. അപ്പുറത്ത് ഒതുക്കിട്ടുണ്ട് ആർട്ടിയുണ്ട്. അവന്മാര് പിടിച്ചു പോലെയല്ലേ അതാണ്ട് ഒതുക്കിട്ടാ. അടിപൊളി. പക്ഷെ അങ്ങനെ ബൈക്ക് കയറാറ് ബൈക്ക് കയറ്റിയാണ് പോകാറുണ്ട്. ഇവിടെ കാറ്റില്ല, അത് കാറ്റാടി കറങ്ങണല്ലോ. എന്റെ മോനെ എന്തിട്ടാ സെറ്റപ്പ് നോക്കിയോ. അയ്യോ ഇത്ര നേരം കണ്ടേല് വെച്ച് അടിപൊളി കാഴ്ച. ജമ്മന്തിപ്പൂന്റെ തോട്ടടി കാണണേ. ഇവരുടെ സ്ഥലാണ്, ആ കിഴക്കെ സ്ഥലാണ്. അവരോട് ഞാൻ ചോദിച്ചു ഒരു വീഡിയോ എടുത്തോട്ടെ ചോദിച്ചു. അപ്പൊ ഒരു കുഴപ്പമില്ലാതെ പറഞ്ഞപ്പോ അങ്ങനെ എടുക്കാൻ കഴിയുന്നതാ. എന്റെ പൊന്നോ ചോദ്യ ആംബിയൻസ് പുള്ളി ഏത് മൂഡ് പുള്ളിക്കല്ല അല്ല. പിന്നെ ഞാൻ എന്തൊക്കെ കാണാൻ കിടക്ക എന്താ സെറ്റപ്പ്. അങ്ങനെ അടിപൊളി ഒരു വിഷൽ കിട്ടിട്ടാ. ഹാപ്പി ഇനി കുഴപ്പമില്ല, നല്ല മനസ്സ് സന്തോഷായി, ഹാപ്പി ആയി. ഒരു പെട്ട വിഷലിട്ട് പണ്ടാരടങ്ങാനായിട്ട് മൈക്കിലെ ചാർജ് ചെയ്തു. ഒരപ്പാപ്പൻ കാളാനെ കൊണ്ടുപോകണം. വീഡിയോ കാളാനെ മറ്റേ പൂട്ടിയിട്ട് കഴുത്തിൽ കയറൊക്കെ ഇട്ടിട്ട് ഞാൻ വീഡിയോ പ്ലേ ചെയ്ത് നോക്കിയപ്പോ സൗണ്ട് ഉണ്ടാ. ഞാൻ വീഡിയോ ഉണ്ടോ നിങ്ങൾ കണ്ടോക്ക്. പണ്ടത്തെ നൊസ്റ്റാൾജി ചേട്ടാ പെട്ട കാഴ്ച. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാറ്റാടി അന്തരത്തിന്റെ ലീഫാടാ കാണണേ. അതിന്റെ നീളം നോക്കി. പൊന്നോ 3-4 വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. ഞാൻ വെറുതെ നീളം നിർത്തുക. അയ്യോ തല അറ്റം ലൈലാന്റെ വലിച്ചോണവനെ. അതില് വെയിറ്റ് ഉണ്ടാവില്ലായിരിക്കലേ. മറ്റേതൊക്കെ വോൾവോ, വലിയ മിഷൻ റേസ് ഒക്കെ വോൾവോ വലിച്ചിട്ടുണ്ടാവുള്ളൂ. ഒരു പമ്പ് കിട്ടിയിട്ടോ. അപ്പൊ ഇന്നുകൂടെ കൂടാൻ വെച്ചു. സമയം 3:30 ആയിട്ടുള്ളൂ. അധികം ദൂരം ഇനി പോയില്ല. ഇനി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടു പമ്പൊന്നും കിട്ടില്ല. അപ്പൊ ഇന്നത്തെ ക്ലോസിംഗ് കിലോമീറ്റർ എന്ന് പറയുന്നത് 6:5-4:47 7 ആവണുള്ളൂ. 7 കൂട്ടാൻ നമുക്ക് ഏത് മൂട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട, കമന്റ് മാത്രം ചെയ്താൽ മതി. കമന്റിൽ എന്തിനാ പോരായ്മ ഇട്ടാൽ മതി. പെട്ടക്കന്നെ പഞ്ചാബ് എത്തട്ടെ, കാണാൻ നമുക്ക് ബാക്കി.